ക്യാമറ കാണിച്ചു തരാം. ഒന്ന് ഈ മുകളിലുള്ള ക്യാമറ, ഈ ഒരു വിഷ്വലിൽ നിന്നാണ് നമ്മളിപ്പോ ആ ഒരു ഫ്രണ്ട് മിററിൽ നിന്ന് കൈ കാണിക്കുമ്പോ ഉണ്ട്, അത് റെക്കോർഡിങ് കൂടിയാണ്. പിന്നെ ഈ ഒരു ഭാഗത്തൊരു ക്യാമറ ഉണ്ട്, ചെറിയൊരു ക്യാമറ. ഇതാണ് 2 ക്യാമറകൾ. ഒരുപാട് അപ്ഡേറ്റുകൾ ആയിക്കൊണ്ടിരിക്കുകയാണ് വാഹനങ്ങൾ ഡെയിലി. ഈ ഒരു പാർക്കിംഗ് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും. ചെറിയ ചെറിയ രീതിക്കൊക്കെ വഴികളിലൊക്കെ സിമ്പിൾ ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ വെച്ചിട്ട്. എന്റെ മോനെ സെറ്റപ്പായിട്ടില്ലേ ഈ വാഹനത്തിന്റെ അകത്ത്. വേറെ ആരും ഇല്ലാട്ടോ, നോക്കിക്കോ, ഡ്രൈവറോ മറ്റാരും ഇല്ലാട്ടോ ഈ വാഹനത്തിന്റെ അകത്ത്. കണ്ട ആരുമില്ല. ഞാൻ പുറത്ത് നിന്നിട്ടാണ് ഈ വാഹനം ഓപ്പറേറ്റ് ചെയ്യണത്. ഒരു 35 ലക്ഷം രൂപയുടെ താഴെ നമ്മുടെ റേഞ്ച് റോവറിന്റെ അതേ ഫീച്ചേഴ്സ് ആയിട്ട് അതന്നെ വേണമെങ്കിൽ പറയാട്ടെ. 2 മോട്ടറോട് കൂടിയിട്ട്, അതായത് 4x4 ഡ്രൈവോട് കൂടിയിട്ട് നമ്മുടെ ഏറ്റവും പുതിയ ടാറ്റയുടെ ഇലക്ട്രിക് SUV വന്നിട്ടുണ്ട്. ഇതാണ് ടാറ്റയുടെ ഹാരിയർ EV എന്ന് പറഞ്ഞുള്ള വെഹിക്കിള്. ഒരുപാട് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഓരോന്ന് ഫീച്ചേഴ്സ് കാണിച്ചു തരാം നിങ്ങൾക്ക്. അങ്ങനെ താര രാജാവ് എന്ന് പറയണ പോലെ നമ്മുടെ EVകളില് രാജാവ് കിട്ടും. അതായത് 4 വീൽ ഡ്രൈവ് EV എന്ന് പറഞ്ഞുള്ള കാറില്, നമ്മുടെ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള കാറില് ടാറ്റ ആട്ടപ്പോ ഫസ്റ്റ് നിക്കണേ. ടാറ്റയാണ് ഫസ്റ്റ് ഇറക്കുന്ന വണ്ടി. നമ്മളിന്ന് നോക്കുന്നത് ടാറ്റ ഹാരിയർ .EVയുടെ വിശേഷങ്ങളായിട്ടാട്ടാ. നമ്മൾ ഒരുപാട് നാള് കാത്തിരുന്ന ഒരു മോഡലാണ് നമ്മുടെ കയ്യിലേക്ക് ഇപ്പൊ കിട്ടിയേക്കാണ്. ഡുവൽ ടോൺ ആയിട്ടുള്ള വെഹിക്കിളാണ്, ഫുൾ ഓപ്ഷൻ ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില്ലിന്റെ സെന്റർ ഭാഗത്തായിട്ട് റഡാറുകളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഒരുപാട് ബഞ്ച് ഓഫ് ഫീച്ചേഴ്സ് അടങ്ങിയിട്ടാണ് ഈ ഒരു വാഹനം കൊണ്ടുവന്നാണ്. ഇനി ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ, നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ ടോപ്പ് എൻഡ് ഓൾ വീൽ ഡ്രൈവ് വെഹിക്കിൾ ആട്ടോ. അതായത് 4x4 വെഹിക്കിളാണ്. ഇതിന് ഇപ്പോഴത്തെ രീതിക്കുള്ള ഓൺ റോഡ് പ്രൈസ് എത്രയാണെന്ന് അറിയും? 33,93,000 ഈ ഒരു മാസത്തെ പ്രൈസ്. ഇവിടെ വീക്കെൻഡ്സിലായുള്ള ഇൻഡിക്കേറ്റർ കാണാം. സെന്ററിലൊക്കെ ആ ഒരു DRLന്റെ ലൈറ്റ് ആട്ടോ. റൈറ്റ് സൈഡിൽ ആ ഒരു DRL കത്തി നിൽക്കണ കാണാം. ഇതിപ്പോ ഞാൻ ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടാ. ഹെഡ്ലൈറ്റ് ക്യൂബ് പോലത്തെ ലൈറ്റുകളാണ്. ഇതിനു മുമ്പ് നമ്മൾ കണ്ട പോലെ നെക്സോണിന്റെ പഞ്ചായിട്ടുള്ള ഒരു ചെറിയ ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എയർ കട്ടിനായിട്ടുള്ള ഒരു സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഗ്രില്ല്, താഴത്തെ ഗ്രില്ലൊക്കെ എയർ ഡാം ഒക്കെ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടാണ് ഇറക്കിയേക്കുന്നത്. സെന്റർ ഭാഗത്ത് ആ ഒരു റഡാറിന്റെ സെറ്റപ്പ് കാണാം. അതിന് വർക്ക് കിട്ടും. അവിടെ റഡാറിന് വയറൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വണ്ടി ഇലക്ട്രിക് ആണെന്ന് കണ്ടുപിടിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഫ്രണ്ടിലത്തെ ഒരു ഗ്രില്ല് മാത്രമാണ്. ബാക്കി എല്ലാം ആ ഒരു സ്റ്റോക്ക് കണ്ടീഷനിലെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഡീസൽ മോഡലുള്ള അതേപോലെ തന്നെയാണ് കൊണ്ടുവന്നേക്കണേ. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ വലിയൊരു വീലാർച്ച് കാണാം. നമ്മുടെ ഒരു SUV എന്ന രീതിക്ക് തന്നെയാണ് ആ ഒരു വലിയൊരു വീലാർച്ച് കൊടുത്താണ്. 19 ഇഞ്ചിന്റെ വീൽസ് ആണ് കൊടുത്താണ്. മാക്പേഴ്സൺ സസ്പെൻഷൻ തന്നെയായിട്ട് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുക. പിന്നെ വാഹനത്തിന് നമ്മുടെ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴത്തെ ബാറ്ററി കാണാണ്ടിരിക്കാനാണ് സ്റ്റെപ്പ് കൊടുത്താണ്. ഫ്രണ്ടിലും മോട്ടർ ഉണ്ട് ഇത്തവണ, ബാക്കിലും മോട്ടർ ഉണ്ട് കേട്ടോ. അത് ഓൾ വീൽ ഡ്രൈവിനാണ് കാണാൻ പറ്റുള്ളത്. ഇവിടെ EVയുടെ ഒരു ബാഡ്ജിങ് കാണാം. അത്യാവശ്യം SUVകൾക്ക് വേണ്ട പോലത്തെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. 205 mm ആണ് ആ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ഒരു ഡുവൽ ടോൺ ആയിട്ടുള്ള മിറർ കാണാം. അത് പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ്. ഈ ഭാഗങ്ങളെല്ലാം തന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആട്ടാ. ഞാൻ പറഞ്ഞല്ലോ വാഹനം ഡുവൽ ടോൺ ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷനിലാണ് ഡുവൽ ടോൺ കിട്ടുള്ളൂ. മുകളിലൊക്കെ ഒരു പനോരമിക് സൺറൂഫിന്റെ ആ ഒരു ഫുൾ സെറ്റപ്പ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ കുറച്ച് ഹിഡൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റൂഫ് റെയിൽ വരുന്നുണ്ട്. നമ്മുടെ ഈ അടുത്തിറങ്ങിയിട്ടുള്ള ഒരു മല കയറുന്ന വീഡിയോ 1 ഹിറ്റ് ആയതിനു ശേഷം ചെക്കൻ ഒരുപാട് ആൾക്കാർ അറിയപ്പെട്ടു തുടങ്ങിട്ടാ. ഇവിടെ ഡോർ ഹാൻഡിലുമ്പോൾ നമുക്ക് റിക്വസ്റ്റ് സെൻസർ കാണാം. കോ ഡ്രൈവർക്കും നമ്മുടെ ഡ്രൈവർക്കും ആ സെൻസറുകൾ കൊടുത്തിട്ടുണ്ട്. അതാണ് താഴത്തെ സ്റ്റെപ്പ്. അതിൽ ചവിട്ടിയിട്ട് തന്നെ കയറണം. വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് അത്യാവശ്യം വാഹനം ആ ഒരു ഹൈറ്റ് ഒക്കെ ഉണ്ട്. ബഞ്ച് ഓഫ് ഫീച്ചേഴ്സ് ആഡ് ചെയ്താലും സേഫ്റ്റിക്കൊക്കെ ഒട്ടും തന്നെ കുറവില്ല കേട്ടോ. ആ ഒരു സ്റ്റോക്ക് നല്ലൊരു വെയിറ്റ് ഉള്ള ബോഡിയിൽ തന്നെയാണ് നമ്മുടെ ഇലക്ട്രിക് വാഹനം നിർമ്മിച്ചേക്കണേ. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ അവിടെ QWD ഡുവൽ മോട്ടർ എന്നാണ്. നമ്മുടെ ടാറ്റ മോട്ടോഴ്സ് ഈ ഒരു വാഹനത്തിന് 4 വീൽ ഡ്രൈവ് എന്നല്ലാട്ടോ വിളിക്കുന്നത്. QWD എന്നാണ് വിളിക്കുന്നത്. അതായത് ക്വാഡ് വീൽ ഡ്രൈവ് എന്ന്. ഇനി ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ വലിയൊരു ഷാർക്ക് ഫിൻ ആന്റിന കാണാം. ആ ഒരു ആന്റിനയിൽ ഒരുപാട് ഹിഡൻ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിന്റെ അകത്തൊരു ക്യാമറ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹാരിയറിനും സഫാരിക്കും ബാക്ക് സൈഡിലാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ആ ഒരു ഭംഗിയും കാര്യങ്ങളും നിൽക്കണം. ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് ഉണ്ടല്ലോ, ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഒരു ഭംഗി. ഇനി ഈ ടെയിൽ ലാമ്പ് യൂണിറ്റിൽ ഞാൻ ഓൾറെഡി മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു ഡാൻസിങ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത്
ലോക്ക് ചെയ്യുമ്പോഴും അൺലോക്ക് ചെയ്യുമ്പോഴൊക്കെ അതിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ എത്തും. അകത്ത് സെന്റർ മിററിൽ ഒരു കാര്യം കണ്ടാ, ഞാനിപ്പോ കാണിച്ചേരാട്ടാ ഗൈസ്. എനിക്ക് ഇനി അടുത്തൊരു ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താണെന്നറിയ, ഈ വാഹനത്തിന്റെ സാധാരണ കാറുകൾ ഇതെല്ലാം കണ്ടു. ഈ ഒരു സംഭവം ഷാർക്ക് ഫിൻ ആന്റിനാണ്, പക്ഷെ അതിന്റെ അകത്തൊരു ക്യാമറ ഉണ്ട്. ഞാൻ കൈ കാണിക്കാട്ടാ, ഞാൻ ഇപ്പൊ കൈ കാണിക്കുന്നുണ്ട്, അത് അകത്ത് കാണിച്ചിരിക്കോ. ഈ വാഹനത്തിന്റെ ബാക്കിൽ 2 ക്യാമറകളാണ് ഉള്ളത്. ക്യാമറ കാണിച്ചു തരാം. ഒന്ന് ഈ മുകളിലുള്ള ക്യാമറ, ഈ ഒരു വിഷ്വലിൽ നിന്നാണ് നമ്മളിപ്പോ ആ ഒരു ഫ്രണ്ട് മിററിൽ നിന്ന് കൈ കാണിക്കുമ്പോ ഉണ്ട്, അത് റെക്കോർഡിങ് കൂടിയാണ്. പിന്നെ ഈ ഒരു ഭാഗത്തൊരു ക്യാമറ, അവിടെ ചെറിയൊരു ക്യാമറ. ഇതാണ് 2 ക്യാമറകൾ. എങ്ങനെയുണ്ട്? അടിപൊളിയില്ല. ഇനിയും കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യുന്നതെല്ലാം ഇലക്ട്രിക്കലാണ്. ഇതിനു മുമ്പ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 502 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ആണ് കേട്ടോ വാഹനത്തിന്റെ അകത്ത് വരുന്നത്. ഇതെല്ലാം നമുക്ക് ക്ലോസ് ചെയ്യാനും ഇലക്ട്രിക്കൽ തന്നെയാണ്. സിംഗിൾ ആയിട്ട് ഇവിടെ ഒരു ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, ക്ലോസ് ആവും. ഇനി അകത്തേക്ക് നോക്കുമ്പോൾ വലിയൊരു പാർസൽ ട്രേ കാണാം. നമുക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ വെക്കട്ടോ. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ വെഹിക്കിൾ ടു ലോഡും അതുപോലെ തന്നെ വെഹിക്കിൾ ടു വെഹിക്കിൾ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. സബ് വൂഫർ ഇരിക്കണം JBL. ഈ ഇരിക്കുന്നത് നോർമൽ ചാർജർ ആട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പാണ്. ഏകദേശം 7.2 കിലോവാട്ടിന്റെ ചാർജറാണ്. താഴെ സ്പെയർ വീൽ ഇരിക്കുന്നുണ്ട്. ആ ഒരു വെഹിക്കിൾ ടു ലോഡിന്റെ സെറ്റപ്പ് ഒക്കെ റൈറ്റ് സൈഡിലാട്ടോ സ്വിച്ച് വരുന്നത്. ഈ ഒരു ഭാഗത്ത് ഈ ഒരു സ്വിച്ച് ഞെക്കിയാലാണ് ആ ചാർജ് ആവുള്ളൂ. കൂടാതെ 3 കിലോന്റെ 2 ഹുക്കുകളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈറ്റ് ഇല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അത് ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലോസ് ആവും. അപ്പൊ ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടാവുന്ന ഒരു ബെസ്റ്റ് ഇലക്ട്രിക് കാർ ആട്ടോ നമ്മുടെ ടാറ്റയുടെ ഹാരിയർ. കണ്ട, ക്ലോസ് ചെയ്യുമ്പോഴൊന്നും ഇവിടെ ഗ്യാപ്പ് ഇല്ല. ഓട്ടോ ബ്രേക്ക് കീപ് ഡിസ്റ്റൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അഡാസിന്റെ ലെവൽ 2 ഫീച്ചേഴ്സ് ഒക്കെ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ലൈൻ അസിസ്റ്റ്, ലൈൻ ഡിപ്പാർച്ചർ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ്. ഈ ഭാഗത്തായിട്ടാണ് വാഹനം ചാർജ് ചെയ്യുന്നത്. മുകളിൽ നമ്മുടെ നേരത്തെ കാണിച്ചുള്ള ഗണ്ണ് കുത്തി കഴിഞ്ഞാൽ ഏകദേശം 10% മുതൽ 100% ആവാനായിട്ട് ഏകദേശം 10 മണിക്കൂറിന്റെ അടുത്ത് എടുക്കൂട്ടാ. ഇനി ഫാസ്റ്റ് ചാർജിങ് ചെയ്യാനാണെങ്കിൽ 20% മുതൽ 80 ആവണമെങ്കിൽ വെറും 25 മിനിറ്റ് മതി. അതായത് 25 മിനിറ്റ് കൊണ്ട് അത്യാവശ്യം ഫുള്ളായിട്ട് തന്നെ നമുക്ക് വാഹനം കൊണ്ടുനടക്കാൻ പറ്റും. ബാക്കിലേക്ക് വരുമ്പോൾ മൾട്ടി ലിങ്ക് സസ്പെൻഷൻ പറഞ്ഞാൽ 4 വീലുകളും ഡിസ്ക് ബ്രേക്ക് ആട്ടോ. പിന്നെ 19 ഇഞ്ചിന്റെ വീൽസ് ആയപ്പോ തന്നെ ആ ഒരു കംഫർട്ടിന്റെ ലെവല് ഡബിൾ ആയിട്ടാ. ഇനി ചെക്കന്റെ ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ 4605 mm, ഓവറോൾ വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ 2132 mm, ഓവറോൾ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 1740 mm ആട്ടോ വരണേ. അത്യാവശ്യം തിരക്കേടില്ലാത്ത വീൽ ബേസും വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. 2741 mm ആണ് വാഹനത്തിന്റെ വീൽ ബേസ്. പിന്നെ ഇത് കൂടാണ്ട് ഒരു സ്റ്റെൽത്ത് എഡിഷൻ കൊണ്ട് ഫുള്ളി ബ്ലാക്ക് എഡിഷൻ ഒരെണ്ണം കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത് തൃശ്ശൂർ കുട്ടനല്ലൂരിലുള്ള EV സ്റ്റോറിൽ നിന്നാട്ടോ. ഞാൻ താഴെ നമ്പർ കൊടുക്കാം, ചേട്ടനെ വിളിച്ച് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസ് കിട്ടും. ഇതാണ് വാഹനത്തിന്റെ റിമോട്ട് കീ. ടോട്ടൽ 8 ഫംഗ്ഷൻസ് ഉണ്ട് കേട്ടോ. ലോക്ക് ചെയ്യാം, അൺലോക്ക് ചെയ്യാം, അതുപോലെ തന്നെ വാഹനം ഓൺ ആക്കാം, ഡിക്കി ഓപ്പൺ ചെയ്യാം, ഫോർവേഡ് ബാക്ക് ഒക്കെ പോവാം. ഇതാണ് ടോട്ടൽ ഫംഗ്ഷൻസ്. ഞാൻ ഓരോന്ന് കാണിച്ചു തരാട്ടെ ഈ കീയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. അപ്പൊ ഗൈസ്, നമ്മൾ ഇനി ഈ റിമോട്ട് വെച്ചിട്ട്, ചെറിയൊരു റിമോട്ട് വെച്ചിട്ട് വാഹനം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 7 മോഡ് എന്ന് പറഞ്ഞിട്ട് സംവിധാനം ഉണ്ട്. ആ സംഭവം ചെയ്യാൻ പോണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഹോൾഡ് ഞെക്കി പിടിക്കണുണ്ട്. അപ്പൊ അതെ നോക്കിക്കോ, വാഹനം പോണോ ഓണായി. ഇവിടെ സൗണ്ട് കേൾക്കാം, വേണ്ട ഫാൻ മറക്കുന്ന സൗണ്ട് കേട്ടു. ഇനി നമ്മൾ ജസ്റ്റ് ഈ വാഹനം ഇപ്പൊ ലോക്കിലാണ് ഇരിക്കുന്നത്, അൺലോക്ക് ചെയ്യാട്ടോ. ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്തപ്പോ അൺലോക്ക് ഇവിടെ വേണ്ട, അൺലോക്ക് ആയി. ഇനി അടുത്തൊരു കാര്യം, നമുക്ക് മുന്നിലേക്കും ബാക്കിലേക്കാണ്. ഞാൻ ആദ്യം ബാക്കിലേക്കാണ് നീങ്ങണം. അപ്പൊ ഈ ഒരു സ്വിച്ച് ഞെക്കി പിടിച്ചാൽ മതി. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സ്വിച്ച് കണ്ട, ബാക്ക് പോവാൻ ഞാൻ ഞെക്കി പിടിച്ചു വാഹനം. അപ്പൊ ഒരു നിശ്ചിത സെക്കൻഡ് കൊണ്ട് വാഹനം ബാക്കിലേക്ക് പോട്ടാ. അപ്പൊ ബാക്കിലേക്കാണ് പോണത്. ഞാൻ കാണിച്ചു തരാം. പോണോക്കെ എന്റെ മോനെ സെറ്റപ്പായിട്ടില്ലേ. ഈ വാഹനത്തിന്റെ അകത്ത് വേറെ ആരും ഇല്ലാട്ടോ. നോക്കിക്കോ, ഡ്രൈവറോ മറ്റാരും ഇല്ലാട്ടോ ഈ വാഹനത്തിന്റെ അകത്ത്. കണ്ട, ആരും ഇല്ല. ഞാൻ പുറത്ത് നിന്നിട്ടാണ് ഈ വാഹനം ഓപ്പറേറ്റ് ചെയ്യണേ. ഇനി അടുത്തൊരു സംഭവം കാണിച്ചു തരാം. ഈ വാഹനം ഫോർവേഡ് കൊണ്ടുപോകട്ടോ. ഇതാണ് ഫോർവേഡ് പോള സ്വിച്ച്. ഇത് ഞെക്കി പിടിക്കാണ്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒന്ന് ഞെക്കി പിടിക്കാട്ടോ. വാഹനം ഫ്രണ്ടിലേക്കാണ് ഇപ്പൊ വരാൻ പോണ. കണ്ട, വന്നിടിക്കൊന്നുമില്ല കേട്ടോ. ഞാൻ മുന്നിലാട്ടോ നിക്കണം. നോക്കിയോ, കണ്ട സ്റ്റക്ക് ആയതോടെ ഓൾറെഡി. കാരണം അതിന്റെ ഫ്രണ്ടിൽ കുറെ സെൻസറുകളും റഡാറുകളൊക്കെ ഉണ്ട് കേട്ടാ. ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു റഡാറാണ് ഈ സംവിധാനങ്ങളെല്ലാം തന്നെ നിശ്ചയിച്ചുകൊണ്ടിരിക്കണേ.
എങ്ങനെയുണ്ട്? അത് അടിപൊളിയില്ല ഫീച്ചർ. ഇനി ഈ വാഹനത്തിന്റെ ഓട്ടോ പാർക്കിംഗ് ആണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. ഒരു അടുത്തൊരു കിടലും ഫീച്ചർ ആട്ടാ. അതിനകത്ത് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ ഒരു പാർക്ക് എന്നുള്ള സ്വിച്ച് അമർത്തിയിട്ട് നമ്മള് രണ്ടുപേരും സീറ്റ് ബെൽറ്റ് ഇടണം കേട്ടോ. അതായത് ഡ്രൈവറും കോ ഡ്രൈവറും സീറ്റ് ബെൽറ്റ് ഇടണം. നമ്മളിത് ഡ്രൈവിലേക്ക് ഇടണം കേട്ടോ. ഗിയർ ഡ്രൈവിലേക്ക് ഇട്ടു. ഇതാണ് ആ ഒരു സംവിധാനം കേട്ടാ. പാർക്ക് ചെയ്യണമെന്ന് നമുക്ക് ഇവിടെ കാണിച്ചു തരാം കേട്ടാ. എവിടെ വേണേലും പാർക്ക് ചെയ്യാം. ഇവിടെ പാർക്ക് ചെയ്യാം, ഇവിടെ പാർക്ക് ചെയ്യാം, ഫ്രണ്ടിലേക്ക് പാർക്ക് ചെയ്യാം. ഇതെല്ലാം വാഹനം ഓട്ടോമാറ്റിക് ആയിട്ട് പാർക്ക് ചെയ്യും. അപ്പൊ ഞാൻ ഈ വാഹനത്തിന് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് ഈ സൈഡിൽ വെക്കാൻ പോകട്ടാ. ഇവിടേക്ക് ആക്കിയിട്ട് പാർക്ക് ചെയ്യാൻ പോകണം. ഇത് ഓട്ടോ പാർക്ക് ചെയ്യുകയും ചെയ്യാം, അതുപോലെ റിമോട്ട് പാർക്ക് ചെയ്യുകയും ചെയ്യാം. ഞാൻ അതിൽ ഓട്ടോ പാർക്കാണ് കൊടുക്കണത്. ഇനി നമ്മൾ സ്റ്റിയറിംഗ് ഒന്ന് കൈവിട്ടാൽ മതി. നോക്കിക്കോ, കണ്ട അവിടെ സ്റ്റിയറിംഗ് കൈവിടാം. ഞാൻ സ്റ്റിയറിംഗ് ബ്രേക്കിന്ന് കൈവിട്ടുവിടാ. കണ്ട വാഹനം തന്നെയാണ് പോകണം. കാലൊന്നും ഞാൻ വെച്ചുള്ള ഈ ഒരു രീതിക്കാണ് വാഹനം പാർക്ക് ചെയ്യാൻ പോകണം. വാഹനം തന്നെ ഇനി തിരിഞ്ഞോ എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ചെയ്യാൻ പോകണം. എന്റെ മോനെ കിട്ടില്ല സെറ്റപ്പ് അല്ലേ? ഒരുപാട് അപ്ഡേറ്റുകൾ ആയിക്കൊണ്ടിരിക്കുകയാണ് വാഹനങ്ങൾ ഡെയിലി. ഈ ഒരു പാർക്കിംഗ് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും കേട്ടോ. ചെറിയ രീതിക്കൊക്കെ വഴികളിലൊക്കെ സിമ്പിൾ ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ വെച്ചിട്ട്. സ്റ്റിയറിംഗ് തിരിയണോക്കെ ഇനി കുറച്ച് ഫോർവേഡ് മൂവിങ് ഫോർവേഡ് കണ്ട എല്ലാം സെറ്റായി. അടിപൊളിയില്ല ഫീച്ചർ? സൂപ്പർ ആയില്ലേ? ഇനി നമുക്ക് ഇന്റീരിയർ ഫീച്ചേഴ്സ് നോക്കിയാലോ. വാഹനം ഒരു ഡുവൽ ടോൺ ആയിട്ടാണ് ഇന്റീരിയർ വരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് വരുന്നത്. ഇവിടെയൊക്കെ ഒരു പ്ലാസ്റ്റിക് ബ്ലാക്ക് ആണ്. മിറർ അഡ്ജസ്റ്റ്മെന്റിന്റെ സ്വിച്ചുകൾ കാണാം. നമ്മുടെ ആ ഒരു മിറേഴ്സ് കാറ്റനേന്റെ സ്വിച്ചുകൾ, പവർ വിൻഡോസ് ആണ്. പിന്നെ താഴെ വാട്ടർ ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. മെമ്മറി സീറ്റിന്റെ ഒരു ഫംഗ്ഷൻസ് കാണാം. താഴെ മാറ്റ് ഹാരിയർ എന്നുള്ള ഒരു ബാഡ്ജിങ് ആണ്. ഇതാണ് മെമ്മറി സീറ്റ്. വെന്റിലേറ്റഡ് സീറ്റിന്റെ സ്വിച്ച് വരുന്നുണ്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും നമുക്ക് വെന്റിലേറ്റഡും കൂടിയാണ്. അതായത് അതിന്റെ അകത്ത് ഇവിടെ AC വരും. പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നറിയോ, ഫ്രണ്ട് മോട്ടറും ബാക്ക് മോട്ടറിന്റെ പവറുകൾ വ്യത്യസ്തമായിട്ടുള്ള സെറ്റപ്പ് ആട്ടാ. നല്ല അതിഗംഭീരമായിട്ടുള്ള ക്ലസ്റ്റർ. ബാക്ക് വീലിൽ ഘടിപ്പിച്ചാണ് മോട്ടറിന് ഏകദേശം 238 HP പവർ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് വാഹനത്തിന്റെ അതിഗംഭീരമായിട്ടുള്ള ഇന്റീരിയർ. ഫ്രണ്ട് മോട്ടറിനാണെങ്കിൽ 158 HP ആണ് പവർ. ഇവിടെ നമുക്ക് സൺറൂഫ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ, പനോരമയ്ക്ക്. എല്ലാം നമ്മുടെ ഡീസൽ ഹാരിയറിലുള്ള പോലെ തന്നെയാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നു മാത്രം. ടോട്ടൽ വാഹനത്തിന് 504 ന്യൂട്ടൺ മീറ്റർ ആണ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യണത്. ഇവിടെ 297 കിലോമീറ്റർ ഓടുന്നത് കാണിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിലേക്ക് ഈ വ്യൂ എക്സ്പീരിയൻസ് മാറ്റാതെ പോലെ ലൈൻ അസിസ്റ്റ്, ലൈൻ ഡിപ്പാർച്ചറിന്റെ സ്വിച്ചുകളൊക്കെ വരുന്നുണ്ട്. അഡാസിന്റെ സ്വിച്ചുകളാണ് ഈ റൈറ്റ് സൈഡിൽ. പിന്നെ പാഡിൽ ഷിഫ്റ്റ് പോലത്തെ സ്വിച്ചുകളുണ്ട് ഈ വാഹനത്തിന്. ക്രൂസ് കൺട്രോളിന്റെ സ്വിച്ചുകൾ കാണാം. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും, കോൾ എടുക്കാനും, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഫംഗ്ഷൻസ്, വോയിസ് അസിസ്റ്റ്, അതായത് നമുക്ക് സൺറൂഫ് ഓപ്പൺ ചെയ്യാൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ള ആ ഒരു വോയിസ് അസിസ്റ്റ്. ഈ പാഡിൽ ഷിഫ്റ്റ് എന്താണെന്ന് പറയുന്നത് റീജനറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാട്ടോ. പിന്നെ നോർമലായിട്ടുള്ള ഹെഡ്ലൈറ്റ് ഓട്ടോമാറ്റിക് ആണ്, വൈപ്പർ ഓട്ടോമാറ്റിക് ആണ്. റൈറ്റ് സൈഡിലായിട്ടാണ് ഈ വാഹനത്തിന്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്താണ്. വേറെ മറ്റാരും പറയാത്തൊരു കാര്യമുണ്ട്, ഈ വാഹനം ഉണ്ടാക്കുന്നത് 100% വുമൺസ് ആട്ടോ അസംബിൾ ചെയ്യണം പ്ലാന്റില്. അത് ഈ ഒരു സ്ക്രീനിന്റെ ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ട സ്ക്രീൻഷോട്ട് എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവൂടെ. അതേപോലെ തന്നെ 36.9 സെന്റിമീറ്ററിന്റെ വലിയൊരു സാംസങ്ങിന്റെ ഡിസ്പ്ലേ കാണാട്ടോ. നല്ല ക്വാളിറ്റിയാണ്. ഇതിൽ തന്നെ നമുക്കൊരു സിനിമ കാണുന്ന എഫക്റ്റ് ആണ് ഓരോ വീഡിയോസ് കാണുമ്പോൾ. നമ്മുടെ വാഹനത്തിൽ പെൻഡ്രൈവ് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോസ് കാണാൻ പറ്റും. വാഹനം റൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റില്ല കേട്ടോ. പിന്നെ മാത്രമല്ല നമുക്ക് ഓരോ ടെറൈൻ മൂഡ്സിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ രീതിക്ക് ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. കാരണം അതിന്റെ പവറും കാര്യങ്ങളൊക്കെ ഇതിൽ മാറ്റാൻ പറ്റും നമുക്ക്. പിന്നെ അടുത്തൊരു ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാം, ഈ വാഹനത്തിൽ ഡോൾബി ആറ്റംസ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ കേൾപ്പിച്ചു തരാം. ഇത് ഈ വാഹനം കാർഡ് വെച്ച് കഴിഞ്ഞാലും ഓപ്പൺ ആവും. ആ കാർഡൊക്കെ നമുക്ക് ടാറ്റ മോട്ടോഴ്സിന് കിട്ടും കേട്ടോ. ഡോൾബി ആറ്റംസ് കേട്ടാലോ. രണ്ട് മോട്ടറുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഫ്രണ്ടിൽ ഇൻഡക്ഷൻ മോട്ടറും ബാക്കിലാണെങ്കിൽ PM SM മോട്ടറാട്ടോ യൂസ് ചെയ്തേക്കണേ. നമ്മളൊരു വലിയ മലയും കാര്യങ്ങളൊക്കെ കയറിക്കൊണ്ടിരിക്കുമ്പോഴേ
നമ്മുടെ ബോണറ്റ് കൃത്യമായിട്ട് വിസിബിൾ ആവില്ല. കണ്ടപ്പോ ഞാൻ നിൽക്കുന്ന ഒരു ആംഗിളിൽ എനിക്ക് ബോണറ്റിന്റെ താഴെ ഈ ഒരു ഭാഗത്ത് എന്തോരം കല്ലുകളോ കാര്യങ്ങളിലൊന്നും വിസിബിൾ ആവില്ല. അപ്പൊ ഈ വാഹനത്തിൽ 540 540 ഡിഗ്രി ക്യാമറ ഉണ്ട്. കണ്ട ഈ ഒരു വാഹനത്തിന്റെ താഴെ ട്രാൻസ്പാരന്റ് ആയിട്ട് ഇവിടെ എന്തെല്ലാം ഉണ്ടെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരണേണ്ട. നിങ്ങൾക്ക് അത് എന്തോരം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. എനിക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ കാണാനുണ്ട് വാഹനത്തിന്റെ താഴെ എന്തെല്ലാം കല്ലമുള്ള എന്തൊക്കെ ഉണ്ടെന്ന് ക്ലിയർ ആയിട്ട് കാണാട്ടാ. ഇതൊരു ഫീച്ചറാണ് ഈ വാഹനത്തിന്റെ. പിന്നെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഓട്ടും ആപ്പിൾ കാർപ്ലേ ഒക്കെ വയർലെസ് ആയിട്ട് വരുന്നുണ്ട്. JBLന്റെ മ്യൂസിക് സിസ്റ്റം ആണ്. പിന്നെ ആംബിയൻ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ടച്ച് ഭാഗങ്ങളാട്ടാ. ഇവിടെ ഒരു വേറെ ഗ്രെയിൻസ് ആയിട്ടാണ് കൊടുത്താണ്. മുകളിലുള്ള ഈ ഒരു ഭാഗം മിറർ അല്ലാട്ടോ, നമ്മുടെ ക്യാമറ വേണം. ഫ്രണ്ടും ബാക്കും ക്യാമറ വിഷ്വൽസ് ഒക്കെ ഇതിൽ കാണാൻ പറ്റും. ഇപ്പൊ ബാക്ക് വിഷ്വലാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. മുകളിലുള്ള ഷാർക്ക് ഫിൻ ആന്റിന എന്നുള്ള വിഷ്വലാണ്. ഇനി നമുക്ക് ഒരു വ്യൂ മാറ്റി കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ ഫ്രണ്ട് വിഷ്വലാണ് പറഞ്ഞത്. ഈ ഒരു ഭാഗത്ത് ക്യാമറ ഉണ്ട് കണ്ട. ഇനി ഫ്രണ്ടും ബാക്കും നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും. ആ വ്യൂമ ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി. കണ്ട ഫ്രണ്ടും ബാക്കും. 120 കിലോന്റെ DC ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പ് ആണ് വാഹനത്തിൽ വരുന്നത്. അപ്പൊ 25 മിനിറ്റ് കൊണ്ട് ഏകദേശം ഫുൾ ചാർജ് ആവട്ടെ ഏകദേശം. ഇനി നമുക്ക് പനോരമിക് സൺറൂഫ് ഒന്ന് ഓപ്പൺ ചെയ്താക്കിയാലോ. അറ്റം വരെ ഇങ്ങനെ സൺറൂഫ് ഓപ്പൺ ആവട്ടാ. നമ്മുടെ പിള്ളേർക്കൊക്കെ കയറി പെടപെടായിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാനൊക്കെ പറ്റും. നല്ല നൈസായിട്ടില്ലേ ഒരു വ്യൂ എക്സ്പീരിയൻസ്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് ടെറൈൻ മോഡുകൾ വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വാഹനത്തിലെ എക്കോ, സിറ്റി, അതുപോലെ സ്പോർട്സ് കൂടാതെ ബൂസ്റ്റ് ഡ്രൈവ് മോഡ് എന്ന് പറഞ്ഞിട്ട് ഡ്രൈവ് മോഡ് ഉണ്ട് കേട്ടോ. ആ ഡ്രൈവ് മോഡിലിട്ട് ഓടിച്ചപ്പോ ഉണ്ടല്ലോ എന്റെ മോനെ, നമ്മൾ ഇത്തിരി ലക്ഷറി വാഹനത്തിനെ വരെ അടിക്കാൻ പറ്റിയിട്ട് അത്രയും പവറാണ് വാഹനത്തിന് വരണത്. ഇതിലുള്ള ടെറൈൻ മോഡ് നോക്കി, സ്നോ, അതുപോലെ മഡ്, സാൻഡ്, ഇതെല്ലാം ഇതിൽ കാണിച്ചുകൊണ്ടിരിക്കണ്ട കേട്ടോ. കണ്ട സാൻഡ്, റോക്ക് കവിള്, അതായത് ഓഫ് റോഡ്, കസ്റ്റം ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും. ഓരോ ഡ്രൈവ് മോഡിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് കേട്ടോ. അത് സെറ്റപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കയറാം. ഇവിടെ ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്, അതിൻ്റെ അകത്തും കുറച്ച് ആ ഒരു USB ചാർജിങ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്കിനി ബാക്ക് സീറ്റിൻ്റെ ആ ഒരു സെറ്റപ്പ് ഒക്കെ നോക്കാം. നല്ലൊരു ആംറസ്റ്റ് ഉണ്ടല്ലോ ഒരു ഭാഗത്ത്. ബാക്കിൽ ആ ഒരു അതിഗംഭീരമായുള്ള സ്പേസ്, അവിടെ ഫോൺ വെക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. പിന്നെ സൺഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ എടുത്തു പറയേണ്ട കാര്യം. 3 പേർക്ക് നെഞ്ചി വിരിച്ചിരിക്കാൻ പറ്റുന്ന രീതിക്കാണ് ആ ഒരു സീറ്റിന്റെ കൺസ്ട്രക്ഷൻ. കൂടാതെ സെൻട്രൽ ഭാഗത്ത് ഹമ്പില്ല, അവിടെ ചാർജിങ് പോർട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോണൊക്കെ വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ പില്ലറിലാണ് AC വരുന്നത് കേട്ടോ. അതാണ് ഒരു വ്യൂ എക്സ്പീരിയൻസ്. ഈ ഒരു ഭാഗത്താണ് AC. അതും നൈസായില്ലേ, നല്ലൊരു എയർ ഫ്ലോ കിട്ടുന്നുണ്ട്. പിന്നെ നല്ല വൈറ്റ് ഇന്റീരിയർ ആയതുകൊണ്ട് നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹെഡ് റെസ്റ്റ് കണ്ട അഡ്ജസ്റ്റബിൾ ആണ്. ഹഗ് ചെയ്തിരിക്കുന്ന രീതിക്ക് സെറ്റപ്പ് ചെയ്യാം. ഒരു റീഡിംഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു 33 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വാഹനം 100% വെറുത്താന്ന് തോന്നുന്നു കേട്ടോ. മറ്റുള്ള ഈ ഒരു 33 ലക്ഷം രൂപയുടെ വെഹിക്കിൾസ് വെച്ചിട്ട്. ഈ വാഹനത്തിന് ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അതായത് ഫ്രണ്ട് ബോണറ്റിന്റെ അകത്ത് ഒരു ഹിഡൻ സ്പേസ് വരുന്നുണ്ട്. 17 കിലോ വരെ താങ്ങാവുന്ന ഒരു സ്പേസ് ആണ് ഇതിന്റെ അകത്ത് കേട്ടോ. കണ്ട ഫ്രണ്ട് സ്പേസ്. മറ്റുള്ള വാഹനങ്ങളിൽ ഇവിടെ എഞ്ചിനാണ് വരുന്നത്. അതായത് നമ്മുടെ നോർമൽ ഹാരിയറിലൊക്കെ ഇവിടെ നമ്മുടെ ആ ഒരു മോട്ടറിന്റെ മോൾ വശത്താണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സ്പേസ് ആയിട്ടില്ലേ അത്. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഞാൻ ഇതിൽ ആ ഒരു ബൂസ്റ്റ് മോഡ് ഇട്ടിട്ടൊന്ന് ഡ്രൈവ് ചെയ്യാൻ പോകട്ടാ. എന്റെ മോനെ പവർ എന്ന് പറഞ്ഞാണ്ടല്ലോ, ആ 2 മോട്ടറിലേക്കും ജാതി പവറാണ് അറ്റ് എ ടൈം നമുക്ക് അച്ചീവ് കിട്ടണേ. നമ്മുടെ മുമ്പിലുള്ള ഒരു വെഹിക്കിള് കണ്ടായിരുന്നു, അവനും നമ്മളും റേസ് ഒന്നും അല്ല, അത്യാവശ്യം നല്ലൊരു പവറിൽ വാഹനം സിമ്പിളായിട്ട് ത്രോട്ടിൽ വെച്ചിട്ട് കയറി പോയിട്ടാ. അതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നോർമൽ സ്പോർട്സ് മോഡിനേക്കാളും ഇരട്ടി പവറാണ് നമുക്ക് ഈ ഒരു മോഡിൽ കിട്ടണേ. അത് അടിപൊളിയായിട്ടില്ലേ. അപ്പൊ ഞാൻ ഒന്നും കൂടിയും പറയാണ്, നമ്മുടെ തൃശ്ശൂരിലുള്ള കുട്ടനല്ലൂരിലുള്ള EV സ്റ്റോറിൽ നിന്നാണ് നമുക്ക് വാഹനം റിവ്യൂ ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത്. താഴെ ഞാൻ നമ്പർ കൊടുക്കാം. അവിടെ വിളിച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് റൈഡും അതുപോലെ ടെസ്റ്റ് ഡ്രൈവും അതുപോലെ അവരുടെ മാക്സിമം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ.